അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഫضل കാരണം, അള്ളാഹുവിൻ്റെ ഫضل കിട്ടിയല്ലോ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയല്ലോ എന്നോർത്ത് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ആയത്തിറക്കി. ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്ന ഫضل എന്താണ്, റഹ്മത്ത് എന്താണ്? തഫ്സീറുകളിൽ ധാരാളക്കണക്കിന് മുഫസ്സിരിങ്ങൾ, ഇമാമിയങ്ങൾ, സലഫുകൾ പറഞ്ഞത് കാണാം, ഖുർആനാണ് ഈ പറയുന്ന ഫضل എന്നുള്ളത്. അപ്പോൾ ഖുർആനിൽ അള്ളാഹു തആല നമ്മോട് സന്തോഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം അള്ളാഹു നമുക്ക് ഖുർആൻ ഇറക്കി തന്നു എന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം കൊണ്ടും സന്തോഷിക്കാൻ കൽപ്പിച്ചിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു യുദ്ധത്തിൽ ധാരാളം ഗനീമത്ത് സ്വത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് കണ്ട് ഒരു സഹാബി ഈ ആയത്ത് ഓതി, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണല്ലോ ഇത് കിട്ടിയത്, ഫബിദാലിക ഫല്യഫ്റഹു, അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഈ വന്നത് നമ്മുടെ ധീരത കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും ഒന്നല്ല, അള്ളാഹിൻ്റെ ഫضل കൊണ്ടാണ് എന്നുദ്ദേശിച്ചിട്ട് ആയത്ത് ഓതി. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെ തിരുത്തി, കദബ്ത, നീ പറഞ്ഞത് ശരിയല്ല, ഇത് മിമ്മാ യജ്മഊൻ എന്ന് പറഞ്ഞതിൽപ്പെട്ട സംഗതിയാണ് ഈ യുദ്ധത്തിൽ കിട്ടിയ ഗനീമത്ത് എന്ന് പറയുന്നത്. കാരണം മനുഷ്യനെ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്നതാണിത്. യുദ്ധത്തിലോ കച്ചവടത്തിലോ ഒക്കെയായി മിമ്മാ യജ്മഊൻ, മനുഷ്യനെ ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്ന കാര്യമാണ് ഈ കൊണ്ടുവന്നിട്ടുള്ള സ്വർണവും വെള്ളിയും ഒട്ടകവും മറ്റെന്തെങ്കിലും ഭൗതികമായ വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മനുഷ്യന് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതല്ല ഫദ്ലുല്ലാഹി വറഹ്മത്തുഹു എന്ന് പറയുന്നത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളായിരിക്കും. ഇതാണ് മറ്റതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ മനുഷ്യനെ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കാത്തതാണ് ഫദ്ലുല്ലാഹി വറഹ്മത്തുഹു എന്ന് ഈ ആയത്തിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ മനുഷ്യനെ കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കാത്തതാണ് ഖുർആൻ, മനുഷ്യനുണ്ടാക്കാൻ പറ്റുന്നതല്ല, അള്ളാഹു അവതരിപ്പിച്ചതാണ്, ഇറക്കിയതാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ സഹാബിയെ തിരുത്തി കൊടുത്തു.